നമുക്കൊരു കോൾമേർ കൊള്ളുന്ന പോസ്റ്റ് ഒന്ന് വായിക്കാം. ഒരു ആരിഫും ജാമിദയും മാത്രമല്ല മാതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനാകാതെ വേദനിക്കുന്നത്. ഇനിയും ഇത് ആവർത്തിക്കില്ല. മയ്യത്തും പള്ളിയും ഖബറും വെച്ച് ഇനി വല്ലാണ്ട് കളിക്കാൻ മൊല്ലാമാർക്ക് പറ്റില്ല. പുല്ല് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് 10,000 രംഗത്ത്. എത്ര പേരെ ഖബർ കാണിച്ച് പേടിപ്പിച്ച് മതത്തിൽ പിടിച്ചു നിർത്തും. സേച്ചി പോസ്റ്റ് ഇട്ടിരിക്കുക. സേച്ചിക്ക് ഭയങ്കര ദേഷ്യായി. ആരിഫൊക്കെ എയ്യോനെ മോന് വേണ്ടി വേറെ ആരാണ് ഇപ്പോൾ വക്കാലത്ത് പറയുക എന്നുള്ളതാണ്. അത്തരത്തിലൊരു മഹാവക്കാലത്താണ് നിങ്ങളിപ്പോൾ കേട്ടത്. എനിഹൗ, ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാരണം, നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി അമ്മയെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സീനാണ്. എന്തടിസ്ഥാനത്തിലാണ് അമ്മ അവഗണിക്കപ്പെട്ട, അപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട എന്നൊക്കെ പറയുന്നത്? നുണയാണേ, നുണച്ചി എടി നുണച്ചി. ഈ അമ്മ മരിക്കുന്നതിന് 1 മാസം മുമ്പ് എന്തോ മറ്റോണ് അവർ തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ആവുന്നത്. അതിൻ്റെ കാരണമൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഇവൾ അടിച്ചിറക്കിയതും ആവാം, എന്തരാണോ സംഭവം. അതുവരെ ഈ അമ്മ ഇവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. മതബോധം തീരെ ഇല്ലാത്തൊരു സ്ത്രീയാണ്. അല്ലെങ്കിൽ മകൾ കാണിക്കുന്ന തോന്നിവാസത്തിന് ഒരു വായു ഉണ്ടെങ്കിൽ ഒരു മറുപടി പറയണ്ടേ? അത് ചെയ്തിട്ടില്ല. ആകെ മൊത്തം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർക്കൊപ്പം ഇവരുടെ ഉമ്മ ഉണ്ടായിരുന്നു. ദ സെയിം തിങ് ആരിഫ് ഹുസൈനൊപ്പവും ആരിഫ് ഹുസൈൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. ആരിഫ് ഹുസൈൻ്റെ ഉമ്മ പിണങ്ങുന്ന ഒരേ ഒരു റീസൺ ആദില നൂറയെ ആ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് അയാൾക്കൊരു സർജറി ഉണ്ടായിരുന്നു എന്നും ആ സർജറി ആരും ടേക്ക് കെയർ ചെയ്തില്ല എന്നും ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ വായ്ത്തളത്തിൽ ഒരു പെണ്ണ് പോസ്റ്റ് ഇടുന്നുണ്ട്. ആസിഫ് എന്നോ അങ്ങനെ എന്തോ ആണ് ആ പെണ്ണിൻ്റെ പേര്, ആസിഫ് മന്നാടിയോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആ പെണ്ണ് സത്യത്തിൽ ഒരു കുന്തോ അറിയാതെയാണ് ഇത് പറയുന്നത്. തീർച്ചയായിട്ടും അയാൾക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്പറേഷനിൽ ആരും അയാളെ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ആ ഓപ്പറേഷന് ശേഷം എന്തായാലും അയാൾ ഒരു വിവാഹം കഴിക്കില്ലല്ലോ. ഇല്ല. അതിന് മുമ്പ് 2 വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ. 2 വിവാഹമുണ്ടല്ലോ. ഉണ്ട്. ഈ 2 വിവാഹത്തിലെയും പെണ്ണുങ്ങൾ എന്തുകൊണ്ട് ഇയാൾക്ക് ഇത്രയും സിവിയറായ ഒരു പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടും അവിടേക്ക് പോയില്ല? മതം കയറിയിട്ടാ, മതം ബോധം കയറിയിട്ടാ, അതുകൊണ്ടാ? ഒന്നുമല്ല. നിഷേധിയായ, നിരന്തരം വീടുകളിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു വൃത്തികെട്ട നരാധമനായിരുന്നു ആരിഫ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ആദ്യത്തെ ഭാര്യ പിരിഞ്ഞു പോകുന്നത് റീസൺ തന്നെ ഇവൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടും അവളുടെ സ്വർണം വാങ്ങി പണയം വയ്ക്കുകയും വിൽക്കുകയും ചെയ്യുക മാത്രമല്ല, അവൾക്ക് അവളുടെ പക്ഷത്തു നിന്ന് കിട്ടിയ വസ്തുവകകൾ കൂടെ നശിപ്പിക്കുകയാണ് ഇവൻ ചെയ്തിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഇഷ്യൂസിൽ ഇവൻ വേറും വീക്കായിരുന്നു. ഈ മൂത്ത പെണ്ണിനെ, അതായത് ആദ്യത്തെ ഭാര്യയ്ക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നത് ഈ ഉമ്മയുടെ പെൻഷൻ കാശിൽ നിന്നാണ്. ഇനി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കുതന്ത്രങ്ങൾ ഒപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഉമ്മ വരികയാണ്. ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ ഉമ്മ പുറത്താക്കി, ഞങ്ങളെ വാപ്പ പുറത്താക്കി, ഞങ്ങളെ വാപ്പ സ്നേഹിക്കുന്നില്ല എന്ന്. ആദില നൂറിയും സെയിം പറയുന്നുണ്ട്. സിബ്ലിങ്സ് ഇല്ലേ ഇവർക്ക്? അവർക്ക് ഇങ്ങനത്തെ ഭ്രാന്തൊന്നും ഇല്ലല്ലോ. അവർക്ക് യുക്തിവാദം തലയിൽ കയറിയിട്ടില്ല, മുച്ചിലീം കയറേ കയറിയിട്ടില്ല. അവർക്ക് ജീവിക്കണ്ടേ? നമ്മൾ വൺ സൈഡഡ് മാത്രം ചിന്തിക്കുന്നു. ആരിഫ് ഹുസൈന് ജീവിക്കണം, ജാമിദയ്ക്ക് ജീവിക്കണം. അപ്പോൾ അവരുടെ സിബ്ലിങ്സിന് ജീവിക്കണ്ടേ? വേണ്ടേ? അവർക്ക് സ്വസ്ഥത വേണ്ടേ? അവർക്ക് ഈ മതം വിടാനോ മതം ഇല്ലാണ്ട് ജീവിക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു അവസരത്തിൽ എന്തിനാണ് അവരെ നമ്മൾ ക്രൂശിക്കുന്നത്? നമ്മൾ ആർക്കൊപ്പം നിൽക്കണം? മതത്തിനെ വെല്ലുവിളിക്കുന്ന, മതത്തിനെ തെറി വിളിക്കുന്ന ഒരു സമൂഹത്തെ അപരവൽക്കരണവും ആക്രമണങ്ങൾക്കും ഇട്ടുകൊടുക്കാൻ നിൽക്കുന്ന ഒരു സ്ത്രീക്കൊപ്പം നിൽക്കണോ, പുരുഷനൊപ്പം നിൽക്കണോ? അതോ ഇതിലൊന്നും ബാധിക്കപ്പെടാതെ നമ്മളുടെ കൂടെ പിറന്നുപോയ ഒരു കൂടപ്പിറപ്പ് കാരണം തലകുമ്പിട്ട് നടക്കേണ്ടി വരുന്ന ഒരു പറ്റം ആൾക്കാർക്കൊപ്പം നിൽക്കണമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ പറയുന്ന നുണകൾ മാത്രമാണ്. ഈ എക്സ് മുസ്ലിം എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഈ ഒരൊറ്റ തൊട്ടി പോലും മര്യാദയ്ക്കുള്ള കൃത്യമായ കാര്യം നിങ്ങളെടുത്ത് പറയുന്നില്ല. ഈ ഒരു പക്ഷെ ആ പെണ്ണ് പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പെണ്ണിന് ശരിക്കും അവയർനെസ് ഇല്ല, പെണ്ണിന് മനസ്സിലായിട്ടില്ല ഇതെന്താണ് നടക്കുന്നതെന്ന്. ആരിഫ് ഹുസൈനും ഉമ്മായും തമ്മിലുള്ള പ്രശ്നം മതമല്ല, മതവിശ്വാസത്തിന്റെ പുറത്തുള്ളതല്ല. ആരിഫ് ഹുസൈനും ഉമ്മായും തമ്മിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസിലാണ് തുടക്കം. പിന്നീടാണ് വൾഗാരിറ്റി പറഞ്ഞ് അമ്മയ്ക്കൊപ്പം കിടക്കണമെന്ന ലെവലിലേക്ക് അവൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ അവന് സ്വാഭാവികമായി ചിന്തിക്കേണ്ടി വന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിരന്തരമായി അവൻ്റെ കള്ളത്തരങ്ങൾ കൈയോടെ പൊക്കുകയും ആ കള്ളത്തരങ്ങൾക്ക് അവൻ ജയിലിൽ പോകാതിരിക്കാനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയതിന് ശേഷം ഞാൻ ശിക്ഷിച്ചാൽ മതിയാവും എന്നുള്ള രീതിയിൽ ആ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ പുറത്താണ് അവൻ ഇത്രയും കലിപ്പ്. അവനൊരു പെങ്ങളുണ്ട്, ആ സ്ത്രീക്ക് ജീവിക്കണ്ടേ, അവരുടെ മക്കൾക്ക് ജീവിക്കണ്ടേ? അവർ ഈ മതം ഉപേക്ഷിക്കാൻ തയ്യാറല്ലെങ്കിലോ, അവർക്ക് ഈ മതം വേണമെങ്കിലോ, അവർക്ക് ഇത്രയും ശാസ്ത്രബോധവും പുരോഗമന ചിന്തയും കയറിയില്ലെങ്കിലോ അവർക്ക് ജീവിക്കണ്ടേ? ആരിഫ് ഹുസൈൻ്റെ ഒരു നീതി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പെണ്ണുണ്ട്, അതിന് സപ്പോർട്ട് വേണ്ടേ? അതിൻ്റെ നീതിക്ക് അവകാശങ്ങളില്ലേ? ഇനി ജാമിദയിലേക്ക് വരാം. ജാമിദ എത്ര വലിയ നുണച്ചിയാണെന്നറിയാമോ? നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന അവളുടെ ഉമ്മാണ്.
അവളുടെ ഉമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 100 ഫോട്ടോ ഞാൻ കൊണ്ടുതരാം. മിക്കവാറും സമയങ്ങളിലൊക്കെ തന്നെ അവൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാലാകാലങ്ങളെ അവൾ പോസ്റ്റ് ചെയ്യുന്ന അവളെ ഉമ്മാക്കൊപ്പം അവൾ ചേർന്ന് നിൽക്കുന്നു എന്നാണ്. ഇവൾക്ക് ഉമ്മായിൽ നിന്നൊരു അധിക്ഷേപമുണ്ടോ, നീക്കി നിർത്തലുണ്ടെങ്കിൽ ഉമ്മായി എങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവരുടെ ഒരു ഡ്രസ് കോഡും അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫേസ് കട്ടും ഒക്കെ വെച്ച് നോക്കുമ്പം ഇവർ ഈ മതം വിട്ടതിന് ശേഷമുള്ള പിക്ചറുകൾ തന്നെയല്ലേ ഇത്? അതിന് മുമ്പുള്ളതാണെങ്കിൽ ഇവരെങ്ങനെ ഉണ്ടാകണം? 100% ഇവർ ഈ തട്ടമിടാതെ നിൽക്കുന്ന സമയത്തുള്ള ഫോട്ടോയിലും ആ ഉമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ ഡ്രസ്സ് ശ്രദ്ധിച്ചു നോക്കും. അത് എത്രയോ തവണ ഇവർ അല്ലാതെ തന്നെ ഇവരുടെ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആകെ മൊത്തം നുണയും പാടുനുണയുമാണ് പറയുന്നത്. മകൾ എങ്ങനെ കാശ് കൊണ്ടുവരണമെന്ന് അവർ അന്വേഷിക്കുന്നില്ല. മകൾ പിഴയ്ക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളൊരു കംഫർട്ടിലായിരിക്കും അവരിയ്ക്കുന്നത്. നാവ് പിഴച്ച നാവ് കൊണ്ട് അഭിസാരികയായ ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു ആ ഉമ്മ അറിയുന്നില്ല. ഉമ്മയുടെ സോഷ്യൽ മീഡിയയിൽ സുനായൊന്നും ഇല്ലല്ലോ. മക്കൾക്ക് ചിലവിന് കൊടുക്കുന്നു, എല്ലാവർക്കും ചിലവിന് കൊടുക്കുന്നു, പലതും കെട്ടുന്നു, അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് നിൽക്കുന്ന ഒരു മഹത്തരമായ കാര്യം ചെയ്യുന്ന മിടുക്കിയല്ലേ അവർ. അപ്പോൾ പിന്നെ അവർക്ക് പണം വരുന്ന വഴി എവിടെ നിന്നും അവർക്ക് അറിയണ്ട. പണം കിട്ടിയാൽ മാത്രം മതി. അത് വേറൊരു വിഷയമാണ്. ഈ സ്ത്രീ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കണക്ക് അവരുടെ ഉമ്മ അവരിൽ നിന്ന് അകന്നിട്ടില്ല. അവരുടെ ഉമ്മ അവർക്കൊപ്പം തന്നെയാണ്. പച്ച നുണയാണ് പറഞ്ഞത്. മരിക്കുന്നതിന് 1 മാസം മുമ്പാണ് അവർ തിരുവനന്തപുരത്തേക്ക് വന്നത്. അന്ന് അവർക്ക് തീർത്തും വയ്യായിരുന്നു. ഇവൾക്ക് നടുവേദനയോ അങ്ങനെ എന്തൊക്കെയോ സുനാഫിക്കേഷൻ ഉണ്ട്. വെയിറ്റും കുന്തമൊന്നും എടുക്കാൻ ഒക്കത്തില്ല. ഈ ഉമ്മക്ക് അത്യാവശ്യം പരസഹായമില്ലാതെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി കൊടുത്തത്. നുണച്ചികളാണ് ഇവളുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ. മുഴുക്ക നുണച്ചികളാണ്, പക്ക ഫ്രോഡുകൾ. കാരണം ഇവർ പള്ളിക്കാരും പള്ളിയുടെ കഴകക്കാർ പോലത്തെ ജോലികൾ ചെയ്യുന്ന വ്യക്തികളാണ്. ആ പള്ളിക്കാരെയും പട്ടക്കാരെയും അപമാനിക്കുന്ന, ഇവളുടെ ചാപ്പാട് വാങ്ങി തിന്ന് അവരെ തെറി വിളിക്കുന്ന ഒരു വിഭാഗമാണ് കാമിതയുടെ ബന്ധുമിത്രാദികൾ. എന്നിട്ട് നമ്മളടുത്ത് പറയണ എന്താണ്? അവരവിടെ കയറ്റുന്നില്ല, അവരവിടെ ചെയ്യുന്നത്. ഞാൻ അവിടെ പോയി ഓരോരുത്തരെയും കണ്ടു. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ എൻ്റെ അടുത്ത് കയർക്കുകയാണ് ചെയ്തത്. ഞാൻ ഇസ്ലാമിൻ്റെ കാര്യമേ പറഞ്ഞിട്ട് വന്നിട്ടുള്ളൂ. അവർ ഇസ്ലാമായി ജീവിക്കുന്നെങ്കിൽ ഇസ്ലാമിൻ്റെ കാര്യം പറയുമ്പോൾ ഇവർക്ക് എന്താ എന്നോട് ഇത്ര വൈരാഗ്യം വരേണ്ടത്? അവർക്ക് ജാമിതയായിരുന്നു പ്രിയോറിറ്റി, ഇസ്ലാമിനേക്കാൾ കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഇനി പറഞ്ഞാണ് ഈ മതബോധമാണെന്ന്. ഇനി ആരിഫിൻ്റെ ഉമ്മയിലേക്ക് എടുക്കാം. അവർ പറഞ്ഞത് അവസാന നിമിഷം അവർ പറഞ്ഞു, എൻ്റെ മകൻ തിരിച്ചു വന്ന് എന്നോട് മാപ്പ് പറഞ്ഞ് അവൻ്റെ ഭാര്യയ്ക്കൊപ്പം താമസിക്കുന്നു. എത്രയോ കഴിഞ്ഞു പോയേക്കുന്നു. ഇപ്പം അവന് വേണ്ടി വക്കാലത്ത് വിളിക്കുന്ന കുറേ അഭിസാരിക പെണ്ണുങ്ങൾ അവൻ്റെ കുറ്റികളാണെന്നുള്ളത് ആ തള്ളയ്ക്ക് അറിയാതെ പോയി എന്നുള്ളതാണ് സങ്കടം. അമ്മയെ ഇത്രയധികം മോശപ്പെടുത്തി സംസാരിച്ച മറ്റൊരു മനുഷ്യനില്ല, യുക്തിവാദി എന്നല്ല, മറ്റൊരു മനുഷ്യനില്ല. ഇത്രയധികം അവഹേളനം സ്വന്തം പെറ്റുമായ പറഞ്ഞ ഒരു വ്യക്തി. അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കഥകൾ എഴുതിക്കൊണ്ട് വീണ്ടും റിപ്പീറ്റഡ്ലി ഓരോരോ കെട്ടുകഥകൾ ഉണ്ടാക്കിയെടുക്കുന്ന നിങ്ങൾക്കൊന്നും ഉളുപ്പില്ലെന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. നമ്മളെ ഉമ്മായും വാപ്പായും നമ്മളെ നീക്കി നിർത്തുന്നെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും. എന്താണ് ആ കാരണമെന്ന് കണ്ടെത്തുക, അതിനെ ചികിത്സിക്കുക. നിങ്ങൾക്കത് ചികിത്സിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ പരാജിതരെന്ന് പറയും. നമ്മളുടെ ഉമ്മായും വാപ്പായും നമ്മളോട് ദേഷ്യം കാണിച്ചാൽ നീങ്ങി നിൽക്കാനുള്ള മാനസിക എളുപ്പം നമ്മൾ കാണിക്കണം. കാരണം നമ്മളത് പൊതുസമൂഹത്തിന് ഇട്ട് കൊടുക്കരുത്. അവർ നമ്മുടെ ഉമ്മായും വാപ്പായാണ്. 10 പേര് നിൻ്റെ ഉമ്മായും വാപ്പായും തെറി വിളിച്ചാൽ നിനക്ക് സുഖം ഉണ്ടാവുമോ? എനിക്ക് സുഖം ഉണ്ടാവത്തില്ല. പേഴ്സണലി പറയുകയാണെങ്കിൽ എന്നോട് ഒരാൾക്ക് ശത്രുതയുണ്ടെങ്കിൽ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? എൻ്റെ ഉമ്മായും വാപ്പായും മോശം പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കും. അങ്ങനെയുള്ള ഞാൻ തന്നെ എൻ്റെ ഉമ്മായും വാപ്പായും മോശം പറഞ്ഞുകൊണ്ട് പബ്ലിക്കിന് ഇട്ട് കൊടുത്താൽ ആസ് എ ഇൻഫ്ലുവൻസർ ഞാൻ ചെയ്യുന്നത് ശരിയാണോ? അവിടെയുണ്ട്. ഇപ്പോൾ ഈ എക്സ് മുസ്ലിം എന്ന പട്ടവും കെട്ടിക്കൊണ്ട് നടക്കുന്ന എല്ലാ അമരാവതികളും മെയിനായിട്ട് ചെയ്യുന്നത് സ്വന്തം പേരൻസിനെ തെറി പറയുകയാണ്. ഇവളുമാർ ഇൻഫ്ലുവൻസറാണോ? ഇവന്മാർ ഇൻഫ്ലുവൻസറാണോ? സ്വന്തം പേരൻസിനെ തള്ളിപ്പറയുന്ന ഇവർ ആര് തള്ളിപ്പറയത്തില്ല? ജനിച്ചതെങ്ങനെ, ജനിച്ച് വളർത്തി ഇതുവരെ കൊണ്ടുവന്നെത്തി വിദ്യാഭ്യാസം തന്നപ്പോൾ ആ വിദ്യാഭ്യാസം കയ്യിലിരിക്കപ്പോയി, ആ വിവരം ഇരിക്കപ്പോയി വിവരക്കേട് കാണിക്കുന്ന ഈ മന്ദബുദ്ധികളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എത്ര ബുദ്ധിയുണ്ട്? നമ്മൾ ഒരു കാരണവശാൽ നമ്മൾ അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് നമ്മളുടെ പെറ്റുമായ മറ്റൊരാളെ അധിക്ഷേപിക്കുന്നത്. സ്വന്തമായിട്ട് അധിക്ഷേപിച്ചിട്ട് പോലും മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കുമല്ലോ അത്രയും മ്ലേച്ഛമായ വാക്കുകൾ അവൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക. എന്താണ് ഇതിനകത്ത് മ്ലേച്ഛത്വം എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നവർക്ക് നിങ്ങളുടെ അമ്മയെ അഭിസാരിക്കുന്ന സംബോധന ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷമുള്ളത് നല്ല കാര്യമായിരിക്കാം. ഞങ്ങൾക്കത് മ്ലേച്ഛത്വമാണ്, അതുകൊണ്ടാണ് മ്ലേച്ഛത എന്ന് തന്നെ പറഞ്ഞത്. ഈ അർത്ഥമൊന്നും ചോദിച്ചുകൊണ്ട് വരുന്നത് അതെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇവർ 2 പേരും കൂടെ ചേർന്ന് സോഷ്യൽ മീഡിയ പുതിയൊരു ട്രെൻഡ് ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാർ. പോടെ എഴുന്നേറ്റ്, നിന്നെയൊക്കെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച, നിന്റെയൊക്കെ തള്ളയും തന്നെ നേരെയായിരുന്നു, നീയൊക്കെ ഇങ്ങനെ നടക്കൂലായിരുന്നു. കൊച്ചലവലാദികൾ. ആരിഫ് ഹുസൈൻ്റെ പിന്നെ ഒരു ഡെലിവറി അല്ല സർജറി
സർജറി സമയത്ത് ആരിഫ് ഹുസൈൻ ആരും നോക്കിയില്ല എന്ന്. ഒരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തായിരിക്കണം അവൻ്റെ സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ അവനെ കെയർ ചെയ്യേണ്ടത്. സുഹൃത്തായാലും ബന്ധുവായാലും ആരായിരുന്നല്ലോ. അപ്പം നമ്മളെ ആര് സംരക്ഷിക്കുന്നു അവരാണ് നമ്മളുടെ യഥാർത്ഥ സന്തത സഹചാരികൾ. അല്ലാതെ ബാക്കി ആരായിരുന്നാലും നമ്മുടെ ബുദ്ധിമുട്ടിൽ നമ്മളെ ഇഗ്നോർ ചെയ്യുന്നു അവരുമായിട്ട് പിന്നെ ഒരു കാരണവശാലും സഹകരിക്കാൻ പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും വലിയ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് വീട്ടുകാർ സപ്പോർട്ട് ചെയ്തില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണോ നീ മതത്തിനെ തെറി വിളിക്കുന്നത്? നീ ഇത്രയും സിവിയർ ആയിട്ട് ഇതിനകത്ത് ഇറങ്ങി നിനക്ക് ഫണ്ട് വേണമായിരുന്നു, ജോലി ചെയ്യാൻ വയ്യ, നട്ടല് പൊട്ടിപ്പോയി. നട്ടലില്ലാത്ത നിനക്ക് ഇനി പെണ്ണും കിട്ടത്തില്ല. ആ ദേഷ്യവും ആ ഫ്രസ്ട്രേഷനും ആ നിരാശയും ഒക്കെ കൊണ്ട് എല്ലാ പെണ്ണുങ്ങളെയും ഇരുന്നുകൊണ്ട് അപരാധിക്കുക, എല്ലാ പെണ്ണുങ്ങളെയും മോശം പറയുക, ഭാര്യ ഭർത്തൃ ബന്ധത്തിനെ കളിയാക്കുക, മതസമൂഹത്തെ ഇകഴ്ത്തുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കൂടുതൽ അകന്നു പോകുന്ന ഒരു മകനെയാണ് ആ ഉമ്മ കണ്ടിട്ടുള്ളതും പരിചയിച്ചിട്ടുള്ളതും. നീ പറയുന്നതൊക്കെ സത്യമാണോ എന്നറിയാൻ ഖുർആൻ പഠിക്കുന്ന ഒരു ഉമ്മയാണ് ഞാനവിടെ കണ്ടത്. ഞാൻ റിപ്പീറ്റഡ്ലി പറയും, അവർ ഖുർആൻ വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്താ ഇപ്പോൾ 3-4 ബുക്കൊക്കെ വെച്ച് റെഫറൻസ് ഒക്കെ എഴുതിയൊക്കെ എടുത്തിട്ടാണ് അവരത് ചെയ്യുന്നത്. ഇവൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ കഷ്ടപ്പെട്ട് അവർ എന്നോട് റിക്വസ്റ്റ് ചെയ്തൊന്നേ ഉള്ളൂ, എന്നെ അഭിസാരികയെന്ന് വിളിക്കരുത്. ഞാനതല്ല, ഇത് ആശുപത്രിയിലെങ്ങാണ്ട് വെച്ച് മാറിയതാണ്, അല്ലാതെ അവരതല്ല. അതവർ പറയുന്നുണ്ട്. എനിക്ക് വേറെ എന്ത് നീ എന്നെ പറയണേ എനിക്ക് വിഷമമില്ല, ഞാൻ അർഹതയുള്ളവളാണ്, പക്ഷെ അങ്ങനെ എന്നെ പറയരുത്. അദ്ദേഹം കൂടെ ഇരിക്കുകയാണ്, ഭർത്താവ്. അദ്ദേഹം അല്ലാതെ മറ്റൊരാൾ എൻ്റെ ലൈഫിലില്ല. ഇല്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങനെ പറയരുത്, അവനോടുള്ള വാശിക്ക് എന്നെ അങ്ങനെ പറയരുത് എന്നാണ് ആ ഉമ്മ പറയുന്നത്. അത് മാത്രമല്ല, മകനെ വെറുതെ വിടൂ, അവൻ തിരിച്ചു വരും, അവൻ നമ്മളിലേക്ക് തിരിച്ചു വരും, എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു, വരും. ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അത് മനസ്സിലാക്കിയത് ആ ഉമ്മ, മനസ്സിലാക്കാത്തത് സംഘികൾ. ഇവരെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ഈ പറയുന്ന എത്തുവാളി കൂട്ടങ്ങൾ. ആരെങ്കിലും ഒരാൾ ചെയ്ത ഒരു നന്മ പ്രവർത്തി നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഹലോ എക്സ്ക്യൂസ് മീ, എക്സ് മുസ്ലിമുകളെ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുന്നു. അതല്ല, അത് നന്മയെന്നല്ല പറയുക, അത് കുത്തിക്കഴപ്പ് മൂലം ചെയ്യുന്ന ഒരു കുത്തിക്കഴപ്പ് മാത്രമാണ്. കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന് ആ മതവിശ്വാസത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ അപഹേളിക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഹറാം പറപ്പാണ്. അല്ലാതെ അത് ഭയങ്കര ഒരു നന്മപരമായിട്ടോ നന്മയായിട്ടോ നമ്മൾ ഉൾക്കൊള്ളത്തില്ല. ഇവർ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് ഒരു ചികിത്സാ സഹായമോ ഡൊണേഷനോ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് അറിയുമോ? നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇവർക്ക് കിട്ടുന്ന പൈസ ഇവർക്ക് തന്നെ ദൂർത്തടിച്ച് അറുമാദിക്കാനുള്ളതാണ്. അതും ജാമിതയൊക്കെ ഒരു പടി മുൻപോട്ടാണ്. മകളുടെ ഫീസിന് പൈസ ചോദിക്കും, മകൾ ആശുപത്രിയിൽ പോകണമെങ്കിൽ പൈസ ചോദിക്കും, കേസിന് വേണമെങ്കിൽ പൈസ ചോദിക്കും എന്ന് വേണ്ട സർവത്ര പിച്ചയാണ് ആ സ്ത്രീ. ഈ കിട്ടുന്ന പൈസ മുഴുക്ക കൊണ്ടുപോയി നക്കിയാലും വീണ്ടും ഇരുന്നുകൊണ്ട് അപരാധ വർത്താനം പറയുന്നു. ഒരു പെൺകുട്ടിയുടെ മുലക്കേസ്, അത് ശരിയാണ്, മുലക്കേസ് തന്നെയാണ്. മുല തട്ടിയിട്ട് ഒരു പയ്യൻ കയറി ആത്മഹത്യ ചെയ്തത്. ഒരു 100 വീഡിയോ അതിൻ്റെ പുറത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സബ്ജക്റ്റ് കിട്ടിയാൽ ആ സബ്ജക്റ്റ് ആളുകൾ കാണുന്നു എന്ന് കണ്ടാൽ പിന്നെ അതിൻ്റെ പുറത്തങ്ങ് നിരങ്ങുകയായി പറയണത് മുഴുക്ക എന്നാണ്. ഒരു വസ്തു മനസ്സിലാവുക പോലുമില്ല. എനിഹൗ, ഈ ഒരു വിഷയം ഞാൻ പറയുന്നതിൻ്റെ റീസൺ ഒന്നേ ഉള്ളൂ. ഇവർ പറയുന്ന രീതിയിൽ ഒരു പ്രശ്നം ഇവരുടെ ജീവിതത്തിൽ ആരുടെയും ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് പല ആൾക്കാരും ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയുന്നത്. രാജ്യത്തൊരു നിയമമുണ്ട്. നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് സ്വന്തം പേരൻസിനെ കാണാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. നമ്മൾ അവരുടെ കുഞ്ഞുങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാൻ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നിടത്ത് ആ കുട്ടികളെ ആ അമ്മയായാലും അച്ഛനെയായാലും നമ്മുടെ കുഞ്ഞുങ്ങളായാലും കൊണ്ടുവന്ന് കാണിച്ചു തരും. ഹേബിയസ് കോർപ്പസ് അതിനാണ്. നമുക്ക് ഇന്ന ഒരാൾ മിസ്സിങ് ആവുന്നുണ്ട്, നമുക്ക് അയാളെ കണ്ടേ മതിയാവുന്നവരെ അയാളെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയേ മതിയാവും. സിമ്പിൾ പരിപാടിയാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലും നിങ്ങൾക്കത് അതിന് ഫേവറായിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാർ തന്നെ ചെയ്തു തരും. ആകെ മൊത്തത്തിൽ ഇത്രയും ഈസിയായ ഒരു കാര്യം ചെയ്യാതെ ആ ഉമ്മാക്കും ബാപ്പാക്കും ദോഷം വരുന്ന രീതിയിൽ മോശമായ വാക്കുകൾ പറഞ്ഞ് പൊതുസമൂഹത്തിൽ അവഹേളനം മാത്രം വാങ്ങിച്ചു കൊടുക്കുന്ന ഇത്തരക്കാരുമായി സഹകരിക്കാതിരിക്കുന്നത് അവരുടെയും കൂടെ ധാർമ്മികതയാണ്. അവർക്കതിനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇവർക്ക് മാത്രമല്ല അവരെ തള്ളിപ്പറയാൻ റൈറ്റ്സ്, അവർക്കും തള്ളിപ്പറയാം. അതെന്താ? അവർക്ക് റൈറ്റ്സ് വേണ്ടേ? സ്വന്തം ഉമ്മായും ബാപ്പായും തള്ളിപ്പറയുന്നെങ്കിൽ അമ്മാതിരി കന്നം തിരിവ് നീക്കം കാണിച്ചിട്ടാണ്. നിന്റെയൊക്കെ കന്നം തിരിവിന് അങ്ങനെയാണ് ആ ഉമ്മായും ബാപ്പായും മറുപടി തന്നിട്ടുള്ളത്. അനുഭവിച്ചു എന്നേ എനിക്ക് പറയാനുള്ളൂ. ജാമിത കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ വന്ന പുതിയ സാധനമാണ്. ഇപ്പോൾ ട്രെൻഡിങ് അച്ഛനും അമ്മയും ഉപേക്ഷിക്കപ്പെട്ട എച്ചിൽ മുസ്ലിമുകളാണ്. അതുകൊണ്ടാണ് അതും എടുത്തുകൊണ്ട് വന്നത് കാമിത. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ലോക നുണച്ചിയാണ്. എന്തെങ്കിലും ഒരു കാര്യം ഇന്നവരെ സത്യം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? കുറേ ഹദീസും എടുത്തുകൊണ്ട് വെച്ചുകൊണ്ടിരുന്നിട്ട് ഖുർആനിൽ അങ്ങനെയുണ്ട്, ഖുർആനിൽ ഇങ്ങനെയുണ്ട്. അപ്പി കുപ്പായ അത്രേ. ബാത്റൂമിൽ പോകാൻ ഇടുന്ന കുപ്പായമാണ്. ബാത്റൂമിൽ പോകുമ്പോൾ ആരെങ്കിലും കുപ്പായ ഇട്ടുണ്ടാണോ പോണേ? ഇത് പറയണതിനൊരു കോമൺ സെൻസ് ഇല്ലായ്മയല്ലേ?
മറയ്ക്കകത്ത് പോകുന്ന ഒരു മറ കെട്ടുക എന്നുള്ളതാണ്. ആ മറ എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കും ആൾക്കാർ. ഒരിക്കലുമില്ല. അവരതങ്ങനെ പറഞ്ഞ് വകവരുത്തി ആ രീതിയിൽ മോശപ്പെടുത്തി മ്ലേച്ഛപ്പെടുത്തി എന്നുള്ളതാണ്. എന്നോട് കേട്ടാൽ അതൊരു ഈസി തിങ്ങാണ്. ഉടുപ്പ്, ആ ഡ്രസ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്നതിനപ്പുറം ഒരു മൂല്യം ഞാൻ അതിനകത്ത് പരിഗണിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞാനത് കൊടുക്കുന്നുമില്ല. ഇത് എത്രയോ മനുഷ്യർ നമുക്കിടയിൽ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഒരുപാട് രീതികളിൽ വന്ന് എക്സ്പ്ലനേഷൻ നടത്തിയിട്ട് പോലും വീണ്ടും അഡമൻ്റായിട്ട് ഞങ്ങളങ്ങനെ, ഞങ്ങളിങ്ങനെ, ഞങ്ങളുടെ അമ്മായും പപ്പായും ഞങ്ങളെ പുറത്താക്കി എന്നൊക്കെ പറയുന്നവർക്ക് ഈ മതം ഉപേക്ഷിച്ചൂടെ? എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മക്കൾക്ക് ആ മതം വേണം, നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്ന ആൾക്ക് ആ മതം വേണം. നിങ്ങൾ വളരെ ഗമയോടുകൂടി പറയുന്നുണ്ട് എൻ്റെ ഇക്കു ഇസ്ലാം മതം വിട്ടിട്ടില്ല. അപ്പം അതെന്തിനാ? നിങ്ങളതങ്ങ് വിടുന്നേ. നിങ്ങൾക്ക് വേണ്ടാത്തൊരു സാധനം നിങ്ങൾ ചമക്കാൻ ഇവിടെ ആരെങ്കിലും നിർബന്ധിക്കുന്ന? ഖബറിന് വേണ്ടിയിട്ട് വരട്ടണമെന്ന്. ആ ഖബർ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം. അതങ്ങനെയാണ്. ഒരു വീട്ടിൽ താമസിക്കണമെങ്കിൽ വീട്ടിലെ അത്യാവശ്യ മാനദണ്ഡങ്ങൾ നമ്മൾ പരിപാലിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. ആ ഫ്ലാറ്റിൽ നമ്മൾ മാത്രമല്ല ഒത്തിരി പേര് താമസിക്കുന്നുണ്ട്. അവരുടെ പ്രൈവസി അവരെയും കൂടെ കൺസേൺ ചെയ്തുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ കാശ് കൊടുത്ത് ഫ്ലാറ്റ് വാങ്ങിച്ച് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ നിൽക്കാം, അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്ക് ചുറ്റും. അതൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ജീവിച്ചു പോകാമെന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും ഞാൻ കണ്ടത് പറഞ്ഞു എന്നതിനപ്പുറം ഒന്നുമില്ല. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും. താങ്ക് യു.